എൻ്റെ കാച്ചിൽ കണ്ടല്ലോ, ആ കാച്ചിലും പോട്ടെ, കടതാപ്പ് കണ്ടോ? ഇത് കാച്ചിലിൻ്റെ ഷേപ്പാണ്. ഇന്നലെ ഞാൻ പറിച്ചപ്പോൾ നല്ല 3-4 മുള വന്നിട്ടുണ്ട്. 4 മുള. ഇതെങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഒന്നും മുളയല്ല, ഒന്നും അതിൻ്റെ വേര് ഇറങ്ങി. പിന്നെ ഇത് കണ്ടോ, ഇത് ഷേപ്പ് കണ്ടോ? ഇതാണ് മണ്ണിനടിയിൽ നിന്ന് ഇന്നലെ ഞാൻ പറിച്ചെടുത്തതാണ്. പക്ഷെ മുകളിലത്തെ കായ അത്ര സൂപ്പറല്ലായിരുന്നു. ആ കായ എവിടേക്കോ വെച്ചു, എവിടെയൊന്നും കാണുന്നില്ല. കുഞ്ഞു കായകളായിരുന്നു, പെട്ടെന്ന് അത് ഉണങ്ങിപ്പോയായിരുന്നു. പകുതി കട്ട് ചെയ്ത് എനിക്ക് കറി വയ്ക്കാം, പകുതി നടാം. അതാണ് എൻ്റെ പ്ലാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാൽ, കരിയിലത്തെ കിഴങ്ങായതുകൊണ്ടേ. നമുക്ക് കിട്ടി നമ്മുടെ അടതാപ്പിനെ നടാൻ കേട്ടോ. അടതാപ്പല്ല, ഇടതാപ്പ്. ഈ ഇടത്തോട്ട് അതിൻ്റെ വള്ളി കയറി പോണതുകൊണ്ടാണ് അതിന് ഇടതാപ്പെന്ന പേര് വന്നു കേട്ടോ, അടതാപ്പല്ല. എല്ലാവരും അടതാപ്പെന്ന് പറയണം, എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ അതിന് നമുക്ക് നട്ട് കൊടുക്കാം. കുറച്ച് ഭാഗം ഞാൻ കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കേ ഇതെങ്ങനെ നടാമെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ പോലത്തെ വർഷം ഇത്ര ഉള്ളൊരു കിഴങ്ങായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഇതിൽ ഇച്ചിരി വലിപ്പമുള്ളൊരു കിഴങ്ങ് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു നാൻസി സിസ്റ്റർ അയച്ചു തന്നായിരുന്നു. അത് വലുതായി ഒരു 2 കിലോ വലിപ്പമുള്ളൊരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ കുറച്ച് ഭാഗം ഞാൻ മുറിച്ച് മാറ്റിയിട്ട്, ഈ പ്രാവശ്യം പറിക്കാൻ താമസിച്ചുകൊണ്ട് ആ മണ്ണിനടിയിൽ തന്നെ ഒന്ന് വേര് മുള വന്നു. ഇത് ഞാൻ അളമാരിയിൽ മാറ്റി വെച്ചു. ഇത് മുകളിലുണ്ടായ കിഴങ്ങാട്ടോ. 3-4 കിഴങ്ങുണ്ടായിരുന്നു. പക്ഷേ പറിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം കിഴങ്ങൊന്നും കാണുന്നില്ല. ഈ താഴെ വീണ് എലി കൊണ്ടുപോയെന്നറിയില്ല. ഇത് മാത്രം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അളമാരി വെച്ച് മുളപ്പിച്ചതാട്ടോ. അടുക്കളയുടെ അളമാരിയിൽ കബോർഡിനകത്ത് വെച്ച് കഴിഞ്ഞപ്പം ഇതുപോലൊരു മുള വന്നു. ഇനി അതിനെ നമുക്ക് നട്ട് കൊടുക്കാം. എന്താണെന്നറിയില്ല, ഇതിനകത്ത് നിറയെ ബോറോൻ്റെ കുറവാണോ അതെന്തെങ്കിലും കറണ്ടാണോ എന്നറിയില്ല, നിറയെ തുളകളാണ്. ഇത് നട്ട് നോക്കാം ഏതായാലും. ഓക്കെ. അപ്പോൾ ഞാൻ ഗ്രോ ബാഗിനകത്ത് നിറച്ച് കരിയില ഇട്ടിട്ടുണ്ട് കണ്ടോ, നിറയെ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുത്തി അമക്കി വയ്ക്കാം. പിന്നെ ഞാനേ മറ്റേതിനെ കട്ട് ചെയ്തു കണ്ടോ. ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത്, ചേന കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്ത്. ഇത് ഒരു മുളയുണ്ട് അവിടെ കണ്ടോ, ഒരു മുളയുണ്ട്. അമ്മയും ഞാനും കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആ മുള പോവാതെ മുറിച്ചെടുത്തത്. എന്തായാലും ഇതാണ് മെയിൻ മുള കണ്ടോ, വേരൊക്കെ വന്നിട്ടുണ്ട്. അത് വേറൊരു മുളയും കൂടെ ഉണ്ട്, 2 ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഇത് ഞാൻ മുറിച്ചാൽ പോയെങ്കിലോ, അതുകൊണ്ട് അത് മുറിച്ചിട്ടില്ല. ഇതുപോലെ ചേന കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇടതാപ്പ് നടുന്ന രീതി. എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കാലം ഞാൻ നട്ട രീതി കേട്ടോ, നല്ല വലിപ്പമുള്ള കിഴങ്ങ് കിട്ടി. മണ്ണിനടിയിലുള്ള കിഴങ്ങിനാണ് ടേസ്റ്റ് കൂടുതൽ, അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചാണകം ഇട്ട് കൊടുക്കാം. പകുതി ഉണങ്ങിയ ചാണകം കേട്ടോ അതെ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചാരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചാരം ഇട്ട് കൊടുത്താൽ കഴിഞ്ഞ് നല്ല വലിപ്പം കിട്ടും. 3 ഗ്രോ ബാഗിൽ നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ആ കിഴങ്ങ് വയ്ക്കാൻ മാത്രമുള്ള മണ്ണ്. ചാണകത്തിലോട്ട് നേരിട്ട് വെച്ചാലേ, കട്ട് ചെയ്തെടുത്താലേ അപ്പോൾ പോയാലോ, ചീഞ്ഞു പോയാലോ. മണ്ണിട്ട് കൊടുത്തു. നമ്മുടെ മെയിൻ കിഴങ്ങിനെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇലയുടെ മുകളിലേക്ക് വെക്കണം. ഞാനൊരു ഇലയുടെ മുകളിലോട്ടോ വെച്ചേ. എന്നാന്ന് വെച്ചാലേ എങ്ങാനും ഇതിൽ പ്രശ്നമായെങ്കിലോ എന്ന് ഓർത്തിട്ട്, അത്രയും കട്ട് ചെയ്തതല്ലേ, ഇങ്ങനെ ഇല വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. ഞാനിങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ഇത് 3 ഗ്രോ ബാഗിലും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. അരിസഞ്ചിയിൽ ചെയ്യാം കേട്ടോ. ഇനി എന്താ അതിൻ്റെ മുകളിൽ നമുക്ക് കരിയിലിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് അടതാപ്പ് മൂടത്തക്ക രീതിയിൽ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു ആ മുള പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ, മുള ചെറുതായിട്ടൊന്ന് മുകളിൽ കാണത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ.
കുറച്ച് നന്നായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഈ മുള മുകളിൽ വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ആ മുറിഭാഗമൊക്കെ കാണണം. മൂടി കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നട്ട് കൊടുത്തു. ഇതിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇത് നല്ല വലിപ്പമുള്ള കിഴങ്ങ് കിട്ടും കേട്ടോ. ഈ രീതിയിൽ നട്ട് കൊടുക്കുവാണെങ്കിൽ നനച്ച് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നനയ്ക്കാതെ വന്നപ്പോഴാണ് മുകളിലത്തെ തണ്ട് എൻ്റെ പോയി. നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കണേ. ഇനി മുളച്ച് വന്നോളൂ. ഓക്കെ, നമുക്ക് കരിയിലിട്ട് കൊടുക്കാം കേട്ടോ. നിറയെ കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഇതിപ്പോൾ പിന്നെ ഞാവലാട്ടോ. ഞാവലെ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടവാപ്പ് നടിയിൽ കഴിഞ്ഞു. ഇനി കുറച്ച് കരിയിലിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പണി തീർന്നു. കരിയില ഇഷ്ടം പോലെ കിടക്കണം. മാവ് വെട്ടിയ കരിയില കേട്ടോ. ഇനി അതെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് വാരിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോയെന്നറിയില്ല. തെങ്ങിൻ്റെ വീട്ടിൽ ഇടണമെന്ന് ചേട്ടൻ പറയുന്നു. എന്താ ചെയ്യുക? ഏതായാലും ഞാൻ പറ്റുന്നിടത്തോളം പണിക്കാർ വരുന്നതിന് മുമ്പേ വാരി എൻ്റെ ചേക്കിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ ഇടാനുള്ള കരിയില. നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പെയ്യുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മിക്കവാറും പെയ്യാൻ ചാൻസ് കുറവാണ്. പെയ്താൽ മതിയായിരുന്നു. നമ്മുടെ പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുന്ന സമയം. അപ്പോൾ ഇത് ഓരോ മരത്തിൻ്റെ ചോട്ടി കൊണ്ടു വയ്ക്കാനുള്ള ഈ 2 പേരെ ഓരോരുത്തർ ഓരോ മരത്തിൻ്റെ ചോട്ടി നമുക്ക് കൊണ്ടു വയ്ക്കാം. നാളെ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ സമയമില്ല. പോകാൻ നമുക്ക് ഈ ഞാവലെ കയറ്റി വിടാം. ഇത് വയലറ്റ് ഞാവലാണ് കേട്ടോ. നാടനാണ്, ബഡല്ല കേട്ടോ. മുറിച്ച് വെച്ച ബാക്കി ഇടതാപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റൂ ആണ്. നമ്മൾ നിന്ന് ബാക്കി ഇടതാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കണ അതേ രീതിയിൽ. അതായത് 3 തേങ്ങ ചേർത്തിട്ട് 3 പാല് പിഴിയുക. 3ാമത്തെ പാലിനകത്ത് ഇടതാപ്പും ക്യാരറ്റ് ചേർക്കേണ്ടതായിരുന്നു, ഇടാൻ വേണ്ടി വിട്ടുപോയി. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇത്ര സാധനങ്ങൾ അരിഞ്ഞിടുക. സവോള, ഇത്ര സാധനങ്ങൾ അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് ചതച്ചത് കേട്ടോ. മുളക് പൊടി ചേർക്കണ്ട. അതിന് പച്ചമുളക്, കുരുമുളകുമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രേ കളറിലിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം. സാധാ ജീരകം ചേർക്കരുത്, വലിയ ജീരകം. പിന്നെ കുറച്ച് ജാതിക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഒരു 3-4 സ്റ്റീം അത് മതി. ഉരുളക്കിഴങ്ങിൻ്റെ അതേ വിസിൽ തന്നെ അടുപ്പിച്ചാൽ മതി. അത്ര ആക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നീട് നമ്മൾ 2ാം പാലിട്ടൊന്ന് ചേർത്ത് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 1ാം പാലിട്ട് ഒഴിച്ചൊന്ന് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇളക്കി ഓഫ് ചെയ്തിട്ടാട്ടോ വെളിച്ചെണ്ണ ചേർക്കാൻ പാടുള്ളൂ. പച്ച കരിയാപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത്ര സാധനങ്ങൾ ചേർത്ത് ഞാൻ മാറ്റി വെച്ചേക്കണതാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇടിയപ്പം കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ധാരാളം വൈറ്റമിനൊക്കെ ഇറങ്ങിയതാട്ടോ. ഉരുളക്കിഴങ്ങിനെ കഴിഞ്ഞ് ഗുണം കൂടുതലുള്ളൊരു കിഴങ്ങാണിത്. ഇത് മണ്ണിനടിയിലുണ്ടായ കിഴങ്ങാണ് കേട്ടോ. മുകളിലത്തെ കിഴങ്ങിന് അത്ര ടേസ്റ്റ് പോരാ. ഇത് അപ്പോസ് അടതാപ്പ് സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നടാൻ ശ്രമിക്കുക വീട്ടിൽ. എന്നിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുക. നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.